Welcome back, Socio, batch number 1, part number 2, Liberty, Equality and Fraternity. ഫസ്റ്റ് പാർട്ടിൽ 1789 ദ ഫേമസ് ടെന്നീസ് കോർട്ട് ഓത്ത്. 1789 ജൂൺ മാസം 20 മൂന്നാം എസ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്ന സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ കോമൺ പീപ്പിൾസ് തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ ഒരു നാഷണൽ അസംബ്ലി രൂപീകരിക്കുകയും ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി അവർ സ്വന്തമായിട്ട് തന്നെ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് അന്നത്തെ കാലഘട്ടത്തിലെ രാജവിഭാഗമായിട്ടുള്ള ബൂർബൺ ഡൈനാസ്റ്റിക്കെതിരായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ രാജവിഭാഗം എന്നറിയപ്പെടുന്ന ഒരു ഡിവൈൻ റൈറ്റ് തിയറിയായിരുന്നു ഫോളോ അപ്പ് ചെയ്തിരുന്നത്, ദൈവദത്ത അധികാര നിയമം. ഇതിനെതിരായിട്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി രാജ്യവ്യാപകമായിട്ടുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസുകൾ രാജ്യം നേരിടുന്നുണ്ടായിരുന്നു. ആഡംബരപരമായിട്ടുള്ള ഒരു ജീവിത രീതിയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ രാജവിഭാഗങ്ങൾ ഫോളോ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിനകത്ത് തന്നെ സൊസൈറ്റീനെ, സമൂഹത്തെ തന്നെ 3 വിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നൊബിലിറ്റീസുകളും അതുപോലെ തന്നെ ക്ലർജീസുകളും കോമൺ പീപ്പിൾസ്. ക്ലർജീസുകൾ എന്നറിയപ്പെടുന്ന പുരോഹിത വിഭാഗം രാജ്യത്തിനകത്തുള്ള സാധാരണ ജനങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ടാക്സേഷൻസ് ഇമ്പോസ് ചെയ്തിരുന്നവരായിരുന്നു ഇവരെന്നറിയപ്പെടുന്നത്. അതിന് ടൈത്ത് എന്നും വാങ്തിയം എന്ന പേരിലൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ പാർട്ടിൽ എന്തുകൊണ്ടായിരിക്കാം ഒരു സാധാരണ ജനങ്ങൾ ഇത്രയും എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടിട്ടും അവിടെ വലിയ ഒരു പൊളിറ്റിക്കൽ ഒരു അതോറിറ്റി ഇവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചത്? അതിന് പ്രധാനപ്പെട്ട റീസൺ ആണ് ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പാർട്ട് 2, ദ റൈസ് ഓഫ് മിഡിൽ ക്ലാസ്. വ്യാപാരം, വാണിജ്യം, വ്യവസായം ഇവയിലുണ്ടായ വളർച്ച, കണ്ടിന്യൂസ് ആയിട്ട് ഫിനാൻഷ്യൽ ക്രൈസിസുകൾ ഫ്രാൻസ് നേരിടുന്നുണ്ടെങ്കിൽ പോലും മിഡിൽ ക്ലാസ്സുകൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൻ്റെ വരവോടുകൂടി അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു അതോറിറ്റി രാജ്യത്തിനകത്ത് വരുന്നതോടുകൂടി ദ ഗ്രോത്ത് ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ലീഡ് ടു ദ എമർജൻസ് ഓഫ് എഡ്യൂക്കേഷൻ മിഡിൽ ക്ലാസ്സസ്. വ്യാപാരം, വാണിജ്യം, വ്യവസായം എന്നിവയിലുണ്ടായ വളർച്ച വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു മധ്യവർഗത്തിൻ്റെ ഉദയത്തിന് കാരണമായിട്ട് തീർന്നു. മധ്യവർഗം എന്നറിയപ്പെടുന്നത് രാജവിഭാഗമോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ അല്ലായിരുന്നു. ദേ ആർ ഇൻക്ലൂഡഡ് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, റൈറ്റേഴ്സ്, പ്രൊഫസർമാർ, ബാങ്കേഴ്സ് ആൻഡ് മർച്ചൻറ്റ്സ്. മധ്യവർഗത്തിൽ തന്നെ ഡോക്ടർമാരും അഭിഭാഷകർ, എഴുത്തുകാർ, പ്രൊഫസർമാർ, ബാങ്കർമാർ, ഇങ്ങനെ വ്യാപാരികൾ, ഇവർ തുടങ്ങുന്ന ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിഭാഗമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ തന്നെ കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ടു ദ എക്കണോമിക് ത്രൂ ദെയർ സ്കിൽസ്. ഇവർ തന്നെ തങ്ങളുടെ വൈവിധ്യം, അതായത് അവരുടെ സ്കില്ലുകൾ, അറിവുകൾ, കഠിനാധ്വാനം എന്നിവയിലൂടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയവരായിരുന്നു സാധാരണ ജനങ്ങളെന്ന ലേബലിൽ അറിയപ്പെട്ടിരുന്ന ദ മിഡിൽ ക്ലാസ്സസ്, ദാറ്റ് മീൻസ് ദ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. ഇവർ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിരുന്നിട്ട് പോലും രാജ്യവിഭാഗങ്ങൾ അവരുടെ തന്നെ ഒരു മധ്യവർഗ വിഭാഗമായിട്ടാണ് ഇവരെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ക്രൈസിസുകളെക്കുറിച്ചും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ പഠനം നടത്തുകയും അതിനെതിരെ തന്നെ ശബ്ദമുയർത്തിയ വിഭാഗമായിരുന്നു മിഡിൽ ക്ലാസ് പീപ്പിൾ എന്നറിയപ്പെടുന്നത്. ഡിസ്പൈറ്റ് ദെയർ കോൺട്രിബ്യൂഷൻ ദേ വെർ ഡിനൈഡ് എനി അഡ്മിനിസ്ട്രേഷൻ പവേഴ്സ്. ഭരണപരമായിട്ടുള്ള അധികാരങ്ങളോ പ്രത്യേക അവകാശങ്ങളോ സാമൂഹിക പദവികളോ ഇവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. ഇത്രയും വിദ്യാഭ്യാസമുള്ള വിഭാഗമായിരുന്നിട്ട് പോലും സാമൂഹ്യ പദവികളിൽ നിന്ന് വിട്ടുനിന്നിരുന്ന അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസിൽ നിന്ന് മാറ്റപ്പെട്ട വിഭാഗമായിരുന്നു ഈ പറയുന്ന മിഡിൽ ക്ലാസ്സുകൾ എന്നറിയപ്പെടുന്നത്. ദേ ഹാഡ് ടു പേ ദ ഹെവി ആൻഡ് അൺഫെയർ ടാക്സസ് ലൈക്ക് ദ അൺപോപ്പുലർ ടാക്സസ്, സാൾട്ട് ടാക്സസ്. സാധാരണ ജനങ്ങളെ പോലെ തന്നെയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ജനങ്ങളും ടാക്സുകൾ കൊടുക്കണമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഗ്യാബല്ല എന്നറിയപ്പെടുന്ന ഒരു ഉപ്പ് നികുതി എന്നറിയപ്പെടുന്നത്. തികച്ചും കനത്തതും അന്യായവുമായിട്ടുള്ള നികുതികൾ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വർഷങ്ങളിലും അല്ലെങ്കിൽ ഓരോ കാല സമയങ്ങളിലും നൽകേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം, ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് തുടക്കം കുറിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വിഭാഗമായിരുന്നു സാധാരണ ജനങ്ങൾ എന്നറിയപ്പെടുന്ന ഈ പറയുന്ന മിഡിൽ ക്ലാസ്സുകൾ എന്നറിയപ്പെടുന്നത്. They were the tax heavily but had no say in the government. രാജ്യത്തിനകത്ത് അവർക്ക് കനത്ത നികുതി അടച്ചിരുന്നുവെങ്കിലും സർക്കാരിൽ അവർക്ക് യാതൊരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല. They saw the privilege enjoyed by the nobles and the clergies as unjust. പ്രഭുക്കന്മാരും പുരോഹിതന്മാരും അനുഭവിച്ചിരുന്ന ഒരു പ്രത്യേക അവകാശങ്ങൾ തികച്ചും അന്യായമാണെന്ന്, അതാണ് അൺജസ്റ്റ്, ഇവർ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ they pushed them to the demand of equality, right and voice in the government. രാജ്യത്തിനകത്ത് തന്നെ ഒരു ഇക്വാളിറ്റി ഉണ്ടാകണം, സമത്വം കൊണ്ടുവരണം, റൈറ്റ്, നീതിപരമായ രീതിയിലുള്ള എല്ലാവർക്കും ഒരേ അവകാശങ്ങളായിരിക്കണം രാജ്യത്തിനകത്ത് ഉണ്ടാവേണ്ടത്. ഈ ഒരു റോയിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം രാജ്യത്തിനകത്ത് മിഡിൽ ക്ലാസ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിന് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. എന്തുകൊണ്ടും ഇതാണ് ഒരു ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു ഓതൻറ്റിക്കലായ അതോറിറ്റി
രാജ്യത്തിനകത്ത് കൊണ്ടുവരാനായിട്ട് സാധാരണ ജനങ്ങൾക്ക് സാധിച്ചത്. ഒരുപക്ഷേ സാധാരണ ജനങ്ങൾ പഴയ പോലെ തന്നെ ദൈവദത്ത അധികാരം, ഡിവൈൻ റൈറ്റ് തിയറി തന്നെയായിരുന്നു ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിലുടനീളം സാധാരണ ജനങ്ങൾ ഒരു അടിമകളെ പോലെ തന്നെ ജീവിക്കുമായിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ സെവറൽ ഓഫ് എക്കണോമിക്കൽ ക്രൈസിസ്. രാജ്യം നേരിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു എക്കണോമിക്കൽ ക്രൈസിസ് എന്നറിയപ്പെടുന്നത്. സോ ദ 1770 there was a decline in the agriculture production due to the poor harvest and bad weather. രാജ്യത്തിനകത്ത് തന്നെ 1770 കാലഘട്ടങ്ങളിൽ മോശം കാലാവസ്ഥയും വിളനാശവും കാരണം കാർഷിക ഉൽപ്പാദനത്തിൽ വലിയ ഇടിവുണ്ടാകുന്നു. സപ്പോസ് ടു ബി രാജ്യത്തിനകത്ത് തന്നെ നോർമലി ഒരു അഗ്രികൾച്ചർ സെക്ടേഴ്സിൻ്റെ ഒരു ഉറവിടമായിരുന്നു ഫ്രാൻസ് എന്നറിയപ്പെടുന്ന രാജ്യം. അതിൽ നിന്ന് കിട്ടുന്ന ഒരു 100%, 99% ഒരു ടാക്സ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു പ്രൊഡക്ഷൻ ആയിട്ടോ ഇതിന് ഉയർന്ന വിഭാഗക്കാർക്ക് നൽകണമായിരുന്നു. എന്നാൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷനിലുണ്ടായിരുന്ന ഒരു പുവർ ഹാർവസ്റ്റ് ആൻഡ് ബാഡ് വെതർ ഈ അഗ്രികൾച്ചറിനെ ടോട്ടലി ഒരു ഇമ്പാക്റ്റ് ആണ്, ഒരു ക്രൈസിസ് ആണ് ഉണ്ടാകുന്നതിന്, അല്ലെങ്കിൽ എക്കണോമിക്കൽ ക്രൈസിസ് രാജ്യത്തിൽ ഉണ്ടാകുന്നതിന് കാരണമായിട്ട് മാറി. ഇതിൽ തന്നെ വിലക്കയറ്റവും പട്ടിണിയും. ദ ബ്രെഡ് പ്രൈസസ് ഇൻക്രീസസ്. ഏകദേശം ബ്രെഡിൻ്റെ ആ കാലഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രെഡിൻ്റെ പ്രൈസ് 60% വർദ്ധിച്ചത്. എന്നാൽ കർഷകരായിട്ടുള്ള സാധാരണക്കാരുടെ വേജസുകൾ വെറും 22% മാത്രമേ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 22% ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. 60% വില കൊടുത്ത് സാധാരണ ജനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ അതിനപ്പുറമായിട്ടുള്ള ഒരു വേജസ് ഇവർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ ആ കാലഘട്ടത്തിൽ 22% മാത്രമേ, 22% ലീഡ് ടു ദ വിസ്പേർഡ് ഓഫ് സ്റ്റാർവേഷൻ. ഇവർക്ക് 22% മാത്രമാണ് വർദ്ധിച്ചത്. ഇതുകൊണ്ട് തന്നെ രാജ്യത്തിൽ വ്യാപകമായിട്ടുള്ള പട്ടിണിക്ക്, വിസ്പേർഡ് സ്റ്റാർവേഷൻ, അതിന് കാരണമായിട്ട് മാറി. അതുകൊണ്ട് തന്നെ രാജ്യത്തിനകത്ത് വലിയ വേഗത്തിൽ തന്നെ ഒരു എക്കണോമിക്കൽ ക്രൈസിസ് ഉണ്ടാകുകയും ജനങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. ഇത് കൂടാതെ രാജ്യത്തിനകത്ത് ട്രേഡ് അഗ്രിമെൻറ്റ് വിത്ത് ബ്രിട്ടൻ, ദ ട്രീറ്റി ഓഫ് ഏഡൻ 1786, ബ്രിട്ടനുമായിട്ടുള്ള വ്യാപാര കരാർ, ഈഡൻ ഉടമ്പടി എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപണികളിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വന്ന് നിറയാനായിട്ട് തുടങ്ങി. ബ്രിട്ടീഷിൻ്റെ ഉൽപ്പന്നങ്ങൾ വന്ന് നിറഞ്ഞപ്പോൾ സ്വന്തം രാജ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ആരും വാങ്ങിക്കാത്ത ഒരു അവസ്ഥയിലോട്ട് പോയി. അതുപോലെ തന്നെയാണ് വിദേശ ഉൽപ്പന്നങ്ങളുടെ വരവ്, ചെറുകിട വ്യവസായങ്ങൾ. സാധാരണ രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ച ഒരു സിറ്റുവേഷനും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. ബ്രിട്ടൻ്റെ കോളനികളായിട്ട് മാറുന്നതോടൊപ്പം തന്നെ അവരുടെ ഉൽപ്പന്നങ്ങളും അവിടുത്തെ പ്രൊഡക്ഷനും ബ്രിട്ടീഷിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ട് തന്നെ മാറി. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അവിടെ വിറ്റഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോയി. As the same as the case of the mass unemployment, closure of small industries and reign of artisan and workers. സാധാരണ ജനങ്ങളായിട്ടുള്ള കരകൗശല വിഭാഗക്കാർക്ക് ആ രാജ്യത്തിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾ അവിടെ അമിതമായ രീതിയിൽ വിറ്റുപോകുന്ന ഒരവസ്ഥയിലോട്ട് പോവുകയും ചെയ്തു. ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങളുടെ കടന്നുവരവ് രാജ്യത്തിലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റാതെയും അവിടെ പോവർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റും ദിനംപ്രതി വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറുകയും ചെയ്തു. ഇത് തൊഴിലാളികളുടെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറി. ദ ഫോർജൻ ട്രേഡ് ആൻഡ് ദ ലോക്കൽ പെയിൻ, ദ ഫോർജൻ ഗുഡ്സ് ഫിൽഡ് ദ മാർക്കറ്റ്. രാജ്യത്തിനകത്ത് പട്ടിണിയും തൊഴിലില്ലായ്മയും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ബട്ട് ദ ഫ്രഞ്ച് വർക്കേഴ്സ് ലോട്ട്സ് ദെയർ ദ ലോബ്സ് ആൻഡ് ദ ലിവ്ലിഹുഡ്. ജനങ്ങളായിട്ടുള്ള സാധാരണ ആൾക്കാർക്ക് അവരുടെ തൊഴിലുകൾ നഷ്ടപ്പെടുന്നു. അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മിസറി ആൻഡ് ദ അൺഎംപ്ലോയിഡ് ആൻഡ് ക്രൈസിസിലേക്ക്, അല്ലെങ്കിൽ വലിയൊരു ദാരിദ്ര്യത്തിലേക്ക് രാജ്യം കൂപ്പുകുത്തുന്ന അവസ്ഥയിലോട്ടും പോകുന്നു. ഇതാണ് രാജ്യം നേരിട്ട ഏറ്റവും വലിയ എക്കണോമിക്കൽ ക്രൈസിസ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. അതിനുശേഷം തന്നെ മിഡിൽ ക്ലാസ്സുകളായിട്ടുള്ള വിഭാഗങ്ങൾ രാജ്യത്തിനകത്ത് ഇതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ രാജ്യത്തിലെ പ്രത്യാഘാതങ്ങൾക്ക് വലിയ ഒരു റിലാക്സേഷൻ നൽകിയവരായിരുന്നു ഇൻഫ്ലുവൻസ് ഓഫ് ദ ഫ്രഞ്ച് തിങ്കേഴ്സ്. രാജ്യത്തിലെ ഏകാധിപത്യ ഭരണ ഓട്ടോക്രാറ്റിക് റൂളിംഗ് പവേഴ്സിനെ എഗ്നിസ്റ്റായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ വിദേശ ചിന്തകരും സ്വന്തം നാട്ടിലെ ചിന്തകരും പലതരത്തിലുമുള്ള ബുക്സുകൾ രാജ്യത്തിനകത്ത് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നതിന് സാധിച്ചു. their ideas, their inspiration and its path of in revolution, അല്ലെങ്കിൽ ടേൺ ടു ദ പാത്ത് ഓഫ് റെവല്യൂഷൻ. ഒരു രാജ്യത്തിനകത്ത് ഈ തിങ്കേഴ്സുകളുടെ ഒരു ഇൻഫ്ലുവൻസ് രാജ്യത്തിൽ മുഴുവനായിട്ട് തന്നെ ഒരു റെവല്യൂഷന്, ചിന്താഗതികൾക്ക് തുടക്കം കുറിക്കുന്നതിന് കാരണമായി. അതിന് തന്നെയാണ് ദ ഫ്രഞ്ച് തിങ്കേഴ്സ്, ദ ഫിലോസഫേഴ്സ് സ്പ്രെഡ് ഐഡിയാസ് ഓഫ് റീസൺ, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ദ ഫെർട്ടാനിറ്റി. രാജ്യത്തിൽ ആകമാനം ഒരു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ചിന്താഗതി രാജ്യത്തിൽ മുഴുവൻ കൊണ്ടുവരാനായിട്ട് തിങ്കേഴ്സുകൾക്ക് സാധിച്ചു, അല്ലെങ്കിൽ ചിന്തകമായിട്ടും സാധിച്ചു. ഈ ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടാനിറ്റി, their writing criticized the privilege of clergy and nobles and questions absolute monarchy.
ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ വലിയൊരു സ്വാധീനം അല്ലെങ്കിൽ ചിന്തകന്മാർ കൊണ്ടുവന്ന ഈ 3 ഐഡിയോളജീസുകളും സ്വാതന്ത്ര്യമാകട്ടെ, സമത്വമാകട്ടെ, സാഹോദര്യമാകട്ടെ, ദ ക്ലർജി ആൻഡ് നോബിൾസ് ക്വസ്റ്റ്യൻ ദ അബ്സല്യൂട്ട് മൊണാർക്കി. ഇവർ ഭൗതികപരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ നോബിൾസുകളും അതേപോലെ തന്നെ ഫ്രഞ്ചിൽ തന്നെ ചിന്തകന്മാരായിട്ടുള്ള വിഭാഗക്കാരുടെ ഈ പറയുന്ന വാക്കുകൾ പല രീതികളിൽ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലോട്ട് പോയി. എന്നാൽ ദ പവർഫുൾ വേർഡ്സ് ആൻഡ് ദീസ് തിങ്കേഴ്സ് ബിക്കം ടു ദ ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻ ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. രാജ്യത്തിൻ്റെ തന്നെ ഫൗണ്ടേഷൻസ്, വിപ്ലവകരമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ തീർക്കുന്നതിൽ ഈ ഫ്രഞ്ച് തിങ്കേഴ്സുകൾക്ക് വലിയൊരു പങ്ക് വഹിക്കുന്നതിനായിട്ട് സാധിച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് നമ്മൾ മിഡിൽ ക്ലാസ് പീപ്പിൾ തന്നെയായിരുന്നു. അവരാണ് ഇതിനെ ഏറ്റവും മുൻതൂക്കം നൽകിയതിന് കാരണക്കാരെന്നറിയപ്പെടുന്നത്. അവർ ഇതിനെക്കുറിച്ച് പഠിച്ചു, ചിന്തിച്ചു, ജനങ്ങളെ തന്നെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ചിന്തകന്മാരിൽ എടുത്തു പറയേണ്ട 3 വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ഓൾട്ടയർ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ക്രിട്ടിസൈസ്ഡ് ദ ക്ലർജീസ് ആൻഡ് റിലീജിയസ് ഇൻടോളറൻസ്. പുരോഹിതവർഗത്തെയും മതപരമായിട്ടുള്ള അസഹിഷ്ണുതയെയും കുപ്രസിദ്ധമായതിനെ മുഴുവനായിട്ട് തകർക്കുക. ക്ലർജികൾ ആ കാലഘട്ടത്തിൽ കൊണ്ടുവരുന്ന നികുതി സമ്പ്രദായങ്ങൾക്കെതിരെയും മതങ്ങൾക്കെതിരെയും സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് ശബ്ദമുയർത്തിയ അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസറായിട്ട് ഒരു റിട്ടേണായിട്ട് പുസ്തകങ്ങളിലൂടെ രാജ്യത്തിൽ മുഴുവനായിട്ട് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഓൾട്ടയർ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ വ്യക്തിയായിരുന്നു റൂസോ എന്നറിയപ്പെടുന്നത്. ദ സോഷ്യൽ കോൺട്രാക്ട് ആർഗ്യൂഡ് ഫോർ ദ സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് സിറ്റിസൺ റൈറ്റ്സ്. സാമൂഹ്യ കരാർ എന്നറിയപ്പെടുന്ന ആശയത്തിനും പൗര അവകാശങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ട് വാദിച്ച ഒരു വ്യക്തിയായിരുന്നു റൂസോ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടൊരു കോട്ടുണ്ട്, ദ മാൻ ഈസ് ബോൺ ഇൻ ഫ്രീ ആൻഡ് എവ്രിവെയർ ഹീസ് ഇൻ ചെയിൻസ്. മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന ഒരു സോഷ്യൽ കോൺട്രാക്റ്റിലൂടെ അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു. ഇത് ജനങ്ങളിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു വ്യക്തിത്വമാണ് മോണ്ടസ്ക്യൂ എന്നറിയപ്പെടുന്നത്. അഡ്വക്കേറ്റ് ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഇൻ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൽ അധികാര വിഭജനം. ഗവൺമെൻറ്റിനകത്ത് ഏതെങ്കിലും ഒരു മൊണാർക്ക് സിസ്റ്റമോ ഒരു അബ്സല്യൂട്ട് പവറോ അല്ല ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഡിവൈൻ തിയറിയോ അല്ല വരേണ്ടത്, അല്ലെങ്കിൽ ബോർബൺ ഡൈനാസ്റ്റിയുടെ ഒരു കിരാത ഭരണ വ്യവസ്ഥയല്ല ഉണ്ടാകേണ്ടത്. അവിടെ ഒരു ഡിവിഷൻ ഓഫ് പവർ ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ ഗവൺമെൻറ്റിൽ അധികാര വിഭജനങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു മോണ്ടസ്ക്യൂ എന്നറിയപ്പെടുന്നത്. അധികാരത്തെ നിയന്ത്രിക്കണം, നിയമങ്ങളുടെ സത്ത്. ദാറ്റ് മീൻസ് ദ സ്പിരിറ്റ് ഓഫ് ലോ. അധികാരമായിരിക്കണം എപ്പോഴും അധികാരത്തെ നിയന്ത്രിക്കേണ്ടത്. ഈ ഒരു തിയറീസുകൾ ഈ 3 പേരും രാജ്യവ്യാപകമായിട്ടും പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഫ്രഞ്ച് തിങ്കേഴ്സുകൾക്ക് ഫ്രഞ്ച് വിപ്ലവത്തിൽ വലിയ വലിയ സ്വാധീനങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ജനങ്ങളെ വളരെ ഇൻസ്പയർ ചെയ്യാനായിട്ടും ആ കാലഘട്ടത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ദ റൂൾസ് ഓഫ് സലൂൺ ആൻഡ് കോഫി ഹൗസസുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും ഓരോ വ്യക്തികൾ അവരുടെ ആശയങ്ങൾ പ്രകടമാക്കുന്നത് ഒന്നുകിൽ ഈ കാലഘട്ടത്തിൽ അത് സ്വതന്ത്രപരമായിട്ടുള്ള മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് പരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രസംഗങ്ങളിലൂടെയോ ബുക്സുകളിലൂടെയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഓരോ പുസ്തകങ്ങൾ ഓരോ വ്യക്തികളും ഇൻസ്പയർഡ് ചെയ്തത് അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചത്, അവർ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തതെന്ന് അറിയപ്പെടുന്നത് ഇതേപോലുള്ള സലൂണുകളിലോ കോഫി ഹൗസുകളിലുള്ള ഒരുമിച്ച് കൂടലുകളിലൂടെയായിരുന്നു. അതായത് തങ്ങളുടെ ആശയങ്ങളുടെയും ചർച്ചകളുടെയും ഒരു കേന്ദ്ര പ്രദേശമായിരുന്നു ഈ പറയുന്ന സലൂണുകളും കോഫി ഹൗസുകളും എന്നറിയപ്പെടുന്നത്. 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ തന്നെ ദ 18th century ഫ്രാൻസ് സലൂൺ ആൻഡ് കോഫി ഹൗസസ് ബിക്കം ദ വൈബ്രന്റ് സെന്റർ ഫോർ കമ്മ്യൂണിക്കേഷൻ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്. ആ കാലഘട്ടത്തിൽ തങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ഐഡിയാസുകളെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വളരെ സീക്രട്ട് ആയിട്ടുള്ള പ്ലേസുകളായിരുന്നു ഈ സലൂണുകളും അതുപോലെ തന്നെ കോഫി ഹൗസുകൾ എന്നറിയപ്പെടുന്നത്. തങ്ങളുടെ ആശയത്തിൻ്റെയും ആശയ കൈമാറ്റത്തിൻ്റെയും സജീവ കേന്ദ്രങ്ങളായിട്ട് മാറി. എഴുത്തുകാർ, തത്വചിന്തകർ, മാധ്യമപ്രവർത്തകർ, പ്രൊഫഷണലുകൾ, ദ റൈറ്റേഴ്സ്, ഫിലോസഫേഴ്സ്, ജേർണലിസ്റ്റ്, പ്രൊഫഷണലിസ്റ്റ് ആൻഡ് ഓർഡിനറി സിറ്റിസൺ ഗാതേർഡ് ടു ദ റീഡ്, റൈറ്റ് ആൻഡ് ഡിബേറ്റ്. രാജ്യത്തിനകത്ത് ഒരു പൂർണ്ണമായിട്ടുമുള്ള ഒരു ഗാതേർഡ് ഡിബേറ്റ് കൊണ്ടുവരുന്നതിന് ഈ സലൂണുകളും കോഫി ഹൗസുകളും ആ രാജ്യത്തിനകത്ത് വലിയൊരു സ്വാധീനം കൊണ്ടുവരുന്നതിന് സാധിച്ചു. അവർ ഡിസ്കസ് ദ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. ആ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ ഇഷ്യൂസുകളെക്കുറിച്ചും സോഷ്യൽ ഇൻജസ്റ്റിസുകളെക്കുറിച്ചും എക്കണോമിക്കൽ പ്രോബ്ലംസിനെ കുറിച്ചും ഐഡിയാസ് ഓഫ് ലിബർട്ടി ആൻഡ് ഇക്വാളിറ്റി, രാജ്യത്തിനകത്തുള്ള സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സമത്വത്തിലെ ആശയങ്ങൾ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യങ്ങൾ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് രാജ്യവ്യാപകമായിട്ട് ചർച്ച ചെയ്യുന്നതിന് കാരണമായിട്ട് മാറി. ആ ഒരു പിക്ടോറിയൽ മാപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രാജാവിൻ്റെ അധികാരം, പ്രഭുക്കന്മാരുടെ പ്രത്യേക പദവികൾ, സഭയുടെ തന്നെ
അധികാരം എന്നിവയെ ജനങ്ങൾ ചോദ്യം ചെയ്യുവാനായിട്ട് തുടങ്ങി. വിപ്ലവങ്ങൾ. ഓരോ സ്ഥലങ്ങളിലുമുള്ള ഈ പ്രചരണങ്ങൾ വിപ്ലവങ്ങൾ തുടങ്ങുന്നതിന് കാരണമായിട്ട് മാറി. ദ പ്ലേസസ് എൻകറേജ്ഡ് ദ ഫ്രീ എക്സ്പ്രഷൻസ് ഓഫ് തോട്ട്സ് വിച്ച് വാസ് ദ റെയർ അണ്ടർ ദ ഡെസ്പോട്ടിക് മൊണാർക്കി ആൻഡ് ദ പീപ്പിൾ ബിഗെയിൻ ടു ക്വസ്റ്റ്യൻ ദ അതോറിറ്റി. സാധാരണ ജനങ്ങൾ തങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചിരുന്ന ഈ സ്ഥലങ്ങളിൽ നിന്ന് ചോദ്യങ്ങളുടെ തുടക്കങ്ങൾക്ക് കാരണമായിട്ട് മാറി. രാജാവിനെതിരായിട്ടും രാജാവിൻ്റെ പ്രിവിലേജ് ഓഫ് നോബിൾസുകൾക്കെതിരായിട്ടും പവർ ഓഫ് ദ ചർച്ചിനെതിരായിട്ടും ആദ്യമായിട്ട് ക്വസ്റ്റ്യൻസുകൾ വരാനായിട്ട് ഈ പറയുന്ന സ്ഥലങ്ങൾ വളരെ വലിയൊരു സ്വാധീനം സാധാരണ ജനങ്ങളെ വഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സലൂണുകളിൽ തന്നെ സലൂൺ ഹെൽഡ് ഇൻ ദ ഹോംസ് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് വുമൺ, ജിയോഫ്രിൻ, ദ മാഡം ജിയോഫ്രിൻസ്, ഇവരെ പോലെയുള്ള സ്ത്രീകളുടെ വീടുകളിലാണ് സാധാരണയായിട്ട് ഈ സലൂണുകൾ നടന്നിരുന്നത്. സലൂണുകൾ എന്നറിയപ്പെടുന്നത് ഓരോ സ്ത്രീകൾക്കും അന്നത്തെ കാലഘട്ടത്തിൽ പുരുഷന്മാർക്കും സെപ്പറേറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ, ജിയോഫ്രിൻ പോലുള്ള ആളുകളുടെയൊക്കെ വീടുകളിൽ ഈ ചർച്ചകൾ നടന്നിരുന്നത് രാജ്യത്തിനകത്ത് വിപ്ലവങ്ങളുടെ ഒരു സീക്രട്ട് ഏജൻസി പ്ലേസുകളായിട്ട് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ കോഫി ഹൗസുകൾ, ദ പബ്ലിക് പ്ലേസസ് വെയർ ദ പീപ്പിൾ ഫ്രം ദ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് മീറ്റ് ദ ഡിബേറ്റ്. വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലങ്ങളുള്ള ആളുകൾ കണ്ടുമുട്ടുകയും സംവാദിക്കുകയും ഇതൊരു പൊതു ഇടമായിട്ട് മാറുകയും അതുപോലെ തന്നെ ഒത്തുചേരലുകൾ ആളുകളുടെ രാഷ്ട്രീയ അവബോധം വളർത്തുവാനും പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ ആളുകളിലേക്ക് ഒന്നിപ്പിക്കുന്നതിനും പൊതുവായിട്ടുള്ള സാധാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ ആളുകളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഈ പറയുന്ന പുസ്തകങ്ങൾ അവരിലേക്ക് എത്തിക്കുന്നതിനും ഓരോ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഈ കോഫി ഹൗസിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ ജനങ്ങളെ എത്രത്തോളം സ്വാധീനിക്കാനായിട്ട് സാധിക്കുമോ, എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കുമോ അത്രത്തോളം രാജ്യത്തിനകത്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് ഒരു വിപ്ലവത്തിൻ്റെ തുടക്കമെന്ന രീതിയിൽ ജനങ്ങൾ ഒരു പുതിയൊരു വിപ്ലവ ആശയങ്ങൾക്ക് രാജ്യത്തിനകത്ത് തുടക്കം കുറിക്കുന്നതിന് കാരണമായിട്ട് മാറിയത്. അതിനെ സ്വാധീനിച്ച ഇൻഫ്ലുവൻസ് ചെയ്തതായിരുന്നു സലൂണുകളും അതേപോലെ തന്നെ കോഫി ഹൗസുകൾ എന്ന പേരിലും അറിയപ്പെടുന്നത്. വർഷങ്ങളായി സാമ്പത്തികപരമായിട്ടുള്ളൊരു മേധാവിത്വം ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ഫ്രാൻസ് എന്ന് പറയുന്നത്. എന്നാൽ രാജാക്കന്മാരുടെ അത്യാഡംബരവും കാലാവസ്ഥയിലെ മാറ്റങ്ങളും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് ഫ്രാൻസ് ചെന്ന് കൂപ്പുകുത്തുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു അൺഫെയർ എസ്റ്റേറ്റ് ജനറൽ മീറ്റിംഗ് രാജാവ് വിളിച്ചു ചേർക്കുന്നു. ഏകദേശം 175 വർഷങ്ങൾക്ക് ശേഷം ദ ലൂയിസ് 16 ദ എസ്റ്റേറ്റ് ജനറൽ ഇൻ 1789 എ ഗ്യാപ്പ് ഓഫ് 175 ഇയേഴ്സ് 175 വർഷങ്ങൾക്ക് ശേഷം 1789 ലൂയി 16 ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുന്നു. പുതിയ നികുതികൾ ചുമത്താനും അന്നത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുവാനും രാജാവിന് എസ്റ്റേറ്റുകളുടെ അംഗീകാരം ആവശ്യമായിരുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ തന്നെ എല്ലാ എസ്റ്റേറ്റ് ജനറലുകളുടെയും ഒരു അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ നിയമങ്ങൾ രാജ്യത്തിനകത്ത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിയമങ്ങളെന്ന് പറഞ്ഞാൽ നികുതികൾ തന്നെയാണ്. അപ്പോൾ 3 എസ്റ്റേറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികൾ അന്നത്തെ പാർലമെൻറ്റായിട്ടുള്ള വേഴ്സായിൽ ഒരുമിച്ച് കൂടുകയാണ്. അതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റുകളായിട്ടുള്ള ക്ലർജികളാവട്ടെ, നോബിൾസുകളാവട്ടെ, സാധാരണ ജനങ്ങളാവട്ടെ, ഇവരെല്ലാവരും ഒരുമിച്ചായിരുന്നു കൂടിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെയും രണ്ടാമത്തെ എസ്റ്റേറ്റുകളുടെ പ്രത്യേക അവകാശങ്ങളും പദവികളും സംരക്ഷിക്കുന്നതിനായി ഈ യോഗം ഒരു അന്യായമായ രീതിയിലാണ് സംഘടിപ്പിച്ചിരുന്നത്. അതിനർത്ഥം ഒന്നാമത്തെ രണ്ടാമത്തെ രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ശ്രേണിയിലുള്ള അല്ലെങ്കിൽ ആ കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള വിഭാഗക്കാർക്ക് പൂർണ്ണമായിട്ട് എന്ത് ലഭിക്കണം? ഒരു അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മൂന്നാമത്തെ എസ്റ്റേറ്റുകൾക്ക് ഈ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുക. ഇതായിരുന്നു അവരുടെ തന്ത്രം എന്നറിയപ്പെടുന്നത്. എന്നാൽ ഓരോ വ്യക്തികൾക്കും ഓരോ വോട്ട് എന്നതിന് പകരം ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നതായിരുന്നു വ്യവസ്ഥ. അതാണ് നീതിരഹിതമായിട്ടുള്ള വോട്ടിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്, ആൻ അൺഫെയർ വോട്ടിംഗ് സിസ്റ്റം. ഇപ്പോൾ സാധാരണ രീതിയിൽ ക്ലർജിയും അതുപോലെ തന്നെ നോബിൾസുകൾ ഉള്ളവർക്ക് ഒരു വോട്ടാണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഓരോ വോട്ടിട്ടാൽ അത് 2 വോട്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരായിരിക്കാം ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ഈ സാധാരണ പീപ്പിൾസുകളായിട്ടുള്ള കോമൺസ് അവർക്ക് ഒരു വോട്ട് മാത്രമേ കിട്ടൂ. സ്വാഭാവികമായിട്ട് അവർ തിരഞ്ഞെടുപ്പിൽ നിന്ന് പുറത്താവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എസ്റ്റേറ്റുകളായിട്ടുള്ള ഒന്നാമത്തെ ആളുകൾക്ക് ഒരു വോട്ടും രണ്ടാമത്തെ പേർക്കായിട്ടുള്ള പ്രഭുക്കന്മാർക്ക് ഓരോ വോട്ടും മൂന്നാമത്തെ ആളുകൾക്ക് ഓരോ വോട്ടും ഉണ്ടായിരുന്നു. അതാണ് വൺ വോട്ട് ആൻഡ് വോട്ട് എസ്റ്റേറ്റ്, സെക്കൻഡ് ദ നോബിൾസ് ആൻഡ് ദ കോമൺ പീപ്പിൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റുകൾ ഒരുമിച്ച് ചേർന്ന് എന്ത് ചെയ്യും? മൂന്നാം എസ്റ്റേറ്റിനെ വോട്ടെടുപ്പിൽ പരാജയപ്പെടുത്തും. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു വർഷങ്ങളായിട്ട് രാജ്യത്തിനകത്ത് ഉണ്ടായിരുന്നത്. അതുവഴി ഒരു പ്രത്യേക പദവികൾ സംരക്ഷിക്കപ്പെടുകയും സാധാരണക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനസംഖ്യയുടെ 98% വരുന്ന മൂന്നാം എസ്റ്റേറ്റിന് ഒരൊറ്റ വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഒന്നും രണ്ട് എസ്റ്റേറ്റുകൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നുവെങ്കിലും അവർക്ക് തുല്യ വോട്ടിംഗ് അധികാരമാണ് ലഭിച്ചിരുന്നത്. അപ്പോൾ ഭൂരിപക്ഷത്തിന് യഥാർത്ഥപരമായിട്ടുള്ള എന്തില്ലായിരുന്നു? അധികാരമില്ലായിരുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, ഭൂരിപക്ഷമായിട്ടുള്ള 98% ഉണ്ടായിരുന്ന വിഭാഗക്കാർക്ക് ഒരു അവകാശങ്ങളില്ലായിരുന്നു. പക്ഷേ ഭൂരിപക്ഷം കുറഞ്ഞ ക്ലർജീസുകൾക്ക്, നോബിൾസുകൾക്ക് രാജ്യത്തിനകത്ത് എന്തുണ്ടായിരുന്നു? ഒരു അവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാധാരണക്കാരുടെ ശബ്ദങ്ങൾ അവർ അവഗണിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ ഒരു വോട്ട് എന്നത് നീതിക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. ആ ആവശ്യം നിരസിച്ചപ്പോഴായിരുന്നു ഒരു പഴയ വ്യവസ്ഥി ജനങ്ങളെക്കാൾ ഒരു പ്രത്യേക അവകാശങ്ങൾക്ക് അവർ മുൻഗണന നൽകാനായിട്ട് ശ്രമിച്ചത്. ഈ മുൻഗണന നൽകാനായിട്ട് അവർ ശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ അവർ മരിക്കുന്നത് വരെയും, അല്ലെങ്കിൽ തങ്ങൾക്കൊരു ഭരണഘടന ഉണ്ടാകുന്നത് വരെയും ഒരു നാഷണൽ അസംബ്ലി രൂപീകരിച്ചതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നത്? ഒരു ടെന്നീസ് കോർട്ട് ഓത്ത്, അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ പോലെ ആ രാജ്യത്തിൽ, ആ പ്ലേസിൽ അവർ നിലകൊള്ളാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ തീരുമാനങ്ങളായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു ആദ്യ പടിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ആദ്യ പടി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ ഫസ്റ്റ് പാർട്ടിലെ പറഞ്ഞതുപോലെ ഇവരുടെ ഭരണഘടനയിലെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, രാഷ്ട്രീയപരമായിട്ടുള്ള വ്യവസ്ഥകളിൽ എന്ത് കൊണ്ടുവരിക? മാറ്റം കൊണ്ടുവരിക. ആ മാറ്റത്തിന് വേണ്ടിയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിക്കുവാനായിട്ട് സാധ്യതയുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ പാർട്ടിൽ ഈ ഒരു ഭാഗം വരെയാണ് നമ്മൾ നോക്കുന്നത്, ദ അൺഫെയർ എസ്റ്റേറ്റ് ജനറൽ. നിങ്ങൾ ഈ നോട്ടൊക്കെ നന്നായിട്ടൊന്ന് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒരുപാട് വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെറിയ ചെറിയ നോട്ടുകളിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ആ കാലഘട്ടത്തിൽ, 18-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിലും 19ൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഫ്രാൻസിലുണ്ടായിരുന്ന ഇതേപോലുള്ള വിപ്ലവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഈ പറയുന്ന പാർട്ടുകളെല്ലാം തന്നെ കംപ്ലീറ്റ്ലി നോക്കാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പാർട്ടുകളിലൂടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതെല്ലാവരും നോക്കുക, നന്നായിട്ട് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. താങ്ക്